ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം? ആക്ച്വലി ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ് ആണ്. ബിക്കോസ് ഇപ്പോൾ ഇവിടെ വൈകിട്ടായി. ആൻഡ് ദ പ്ലാൻ ഫോർ ടുഡേ ഈസ് ടു ഗോ സീ ദ പെർത്ത് ക്രിസ്മസ് ലൈറ്റ്സ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. RACയുടെ ക്രിസ്മസ് ട്രെയിലുണ്ട് ദാറ്റ് ഹാപ്പൻസ് അക്രോസ് പെർത്ത് സിറ്റി. സോ ഒരുപാട് ഈ ലൈറ്റ് ഇൻസ്റ്റലേഷൻസും സ്ട്രക്ചേഴ്സും ഒക്കെ ആയിട്ട് പപ്പയും മമ്മിയുണ്ട്. സോ അവരൊക്കെ ആയിട്ട് പോവുകയാണ്. ലിജു ഇല്ല ഈ ആഴ്ച. ഹീസ് ആക്ച്വലി ഗോൺ ഒരു വർക്ക് ട്രിപ്പിന്. ഹീസ് ഗോൺ ഇൻറ്റർ സ്റ്റേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് അവരുടെ ഒഫീഷ്യൽ Perth tour guide. Anyways, I wanted to do this for quite a while. So let's see how that goes. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി വിൽ ബി ഫൈൻ. നല്ല ചൂടായിരുന്നു ഇന്ന് എന്തോ 35 ഡിഗ്രീസും ഭയങ്കര ചൂട് ദിവസമായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് കാം ഡൗൺ ആവുമെന്ന് വിചാരിക്കുന്നു. ട്രെയിനിലാണ് അങ്ങോട്ട് പോകുന്നത്. ബിക്കോസ് അല്ലെ സിറ്റിയിലെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിവേസ് അതിനായിട്ട് ഇറങ്ങാം. വെൽക്കം ടു പെർത്ത് സിറ്റി ലൈറ്റ്സ് ട്രെയിൽ വ്ളോഗ്. വെൽക്കം ടു മൈ ചാനൽ. Exactly. Let's go. 10 മിനിറ്റ് ഉണ്ട് മമ്മി. പയ്യെ കറിയാൻ മതി. ഇവര് എന്നാ പേർത്തിന്ന് വരാ. വാ ലെറ്റ്സ് ഗോ. പയ്യെ പോ. ഞങ്ങളുടെ ഈ ഒരു ട്രെയിൻ ലൈൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. സോ പപ്പയും മമ്മിയൊക്കെ ലാസ്റ്റ് ടൈം വന്നപ്പം അവർ ഈ ലൈൻ എടുത്തിട്ടില്ല. സോ ദിസ് ഇസ് ലൈക്ക് ദ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി അവരെ ലൈനൊക്കെ കാണിക്കാനായിട്ട്. ആൻഡ് ഇത് ഫസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ ആയി. പക്ഷേ ഈ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിള്ളേരെ നല്ല റിലാക്സ് ചെയ്ത് ഇഷ്ടം പോലെ സ്ഥലത്തിലൊക്കെ ഇരിക്കാൻ പറ്റി. ആൻഡ് ഇത് പോകുന്നത് ഒരു കാംഗറൂ വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ നടുക്കൂടെ. സോ ഭയങ്കര രസമാണ്. കാംഗറൂസിൻ്റെ ഒക്കെ വഴിക്ക് വെച്ച് നമുക്ക് കാണാം. കാണാവോ അല്ലേ? പിള്ളേർക്കും അത് ഭയങ്കര ഒരു അഡ്വെഞ്ചർ ആയിരുന്നു. കാംഗറൂസും കൗസും അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ ആയിട്ട്. ആൻഡ് സിറ്റി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ടാഷൻ നായർ നമ്മളെ ജോയിൻ ചെയ്തു. ആൻഡ് നമ്മുടെ ഈ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എലിസബത്ത് കീ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. നടക്കാൻ റെഡിയാണോ? ഡാഷ് ഫുൾ സെറ്റപ്പിലാണ്. ഫുഡ് ഉണ്ടോന്ന് കണ്ടറിയണേ. ഈ നമ്മൾ മറ്റേതുണ്ടല്ലോ, അത് ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ, അത് ലാസ്റ്റാ. അവിടെ പോയി ഫുഡ് കഴിക്കാം, ഡിന്നർ കഴിക്കാം അവിടെ നിന്ന്. എന്നമ്മ അടിച്ചു മാറ്റി ഇല്ല, ഞാൻ അവിടെ അടിച്ചു മാറ്റിയ സാധനം കാണിക്കാം. നൈറാസ് വിച്ച് യു ടുക്ക് അല്ലേ? പിള്ളേരെയും കൊണ്ട് ഒരു സാധനം കാണാൻ വന്നാൽ അവർ 10 സാധനം വേറെ കണ്ടാലേ നമ്മൾ കാണേണ്ട സാധനം നടക്കുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഈ ഒരു മെരുഗോ റൗണ്ട് അവിടെ കണ്ടു. ഇത് ഫങ്ഷനായിട്ട് വെച്ച സാധനമൊന്നും അല്ല, എപ്പോഴും ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ദേ വാണ്ടഡ് ടു റൈഡ് ഇൻ ഇറ്റ്. സോ അതിൻ്റെ അവിടെ ആദ്യം കയറ്റി. ആൻഡ് സോ ഇത് ഇങ്ങനെ ചുമ്മാ ഈ ഒരു മെരുഗോ റൗണ്ടാണ്, ഹോസിൻ്റെ ഒക്കെ പുറത്തിരുന്ന് ദേ ഗോ അപ്പ് ആൻഡ് ഡൗൺ. ആൻഡ് സംതിങ് ദാറ്റ് ദ കിഡ്സ് വാണ്ടഡ് ടു ഡു. സോ ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എലിസബത്ത് കീ. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ആ ബ്രിഡ്ജിൽ കുറച്ച് ലൈറ്റൊക്കെ കാണാം. ഞാൻ വിചാരിച്ചത് ഇതിലും കുറേ ഇൻസ്റ്റലേഷൻസ് ഒക്കെ കാണുമെന്നായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ട്രെയിൽ മെയിൻ സിറ്റിയിലോട്ട് യാത്ര തുടങ്ങിയതേ ഉള്ളൂ. അവിടെ ഓൾറെഡി വഴക്ക് തുടങ്ങി കഴിഞ്ഞു. നല്ല സ്റ്റീപ്പ് സ്ലോപ്പുമാണ്. എന്തെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. പക്ക എന്താ സുഖം. Are you guys is that the Barrack Square? Oh yes, you would. This is the cathedral. Mummy ഇത് കണ്ടോ, പള്ളി കണ്ടോ? സോ ഇതാണ് ബാരക് സ്ക്വയർ കത്തീഡ്രൽ, അവിടുത്തെ ഒരു ലൈറ്റ് ഇൻസ്റ്റലേഷൻ. സോ ഇവിടെ പ്രൊജക്ടർ വെച്ചിട്ട് ഈ കത്തീഡ്രൽ മൊത്തം ലൈറ്റപ്പ് ചെയ്ത്, ഐ തിങ്ക് ഇറ്റ് ഓൾസോ ഹാസ് സം സ്റ്റോറി. ബിക്കോസ് അതിങ്ങനെ പിക്ചേഴ്സ് മാറിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, അതിൻ്റെ ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. പക്ഷേ ദാറ്റ് ഇസ് ക്വൈറ്റ് നൈസ് ടു സീ. ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഒരു സ്റ്റോറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇറ്റ് വാസ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. ജീസസ് മദർ മേരി അവിടെ എല്ലാം സെയിം തന്നെ. ആ കെട്ടിടത്തിന് മേളി അവിടുന്ന് പ്രൊജക്ടർ ഇങ്ങോട്ട് അടിക്കും. അപ്പൊ ഇവിടുത്തെ ലൈറ്റ്സ് എങ്ങനെയാ ടാഷ്?
ഇതിന്റെ ലൈറ്റ്സ് അകത്ത് തന്നെ ആയിരിക്കും അല്ലേ ഇങ്ങോട്ടടിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് അവിടെ ബാരക് സ്ക്വയറിൽ തന്നെ ഈ ലൈറ്റ് ഇൻസ്റ്റലേഷൻസ് ഒക്കെ കണ്ട് അവിടെ പാർക്കിൽ കുറേ നേരം ചില്ലടിച്ചിരുന്നു. ആൻഡ് ഇവിടെയായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ക്വൈറ്റ് ബിസി. ആൻഡ് അവിടെ അപ്പുറത്ത് പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ദർ വാസ് എ ബിറ്റ് ഓഫ് ലൈക്ക് ഹുല ഹൂപ്സും അങ്ങനെ ഒരു നല്ലൊരു ചിൽ ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ഇറ്റ് വാസ് റിയലി ഗുഡ് ബിക്കോസ് ദ വെദർ വാസ് നോട്ട് ടു കോൾഡ്. സാധാരണ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര തണുപ്പ് വരുന്നതാണ്. പക്ഷെ ഇന്ന് താങ്ക്ഫുള്ളി അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. എന്റെ മറ്റേ മെറ്റേണിറ്റിക്ക് ഉണ്ടായിരുന്നു ടാഷ് സൈഡ് സ്പോട്ട് ലൈറ്റ് പിടിച്ചോണ്ട്. This was probably my favorite place because there was so much like family vibes happening here. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു ഒരു ഹുല ഹൂപ്പ് നമുക്ക് കിട്ടാനായിട്ട്. പക്ഷേ നമുക്ക് അൺഫോർച്യുനേറ്റ്ലി കിട്ടിയില്ല. പിള്ളേരെല്ലാവരും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ കഴിഞ്ഞ് വി വാക്ക്ഡ് മോർ ഇൻ ടു ദ മെയിൻ CBD ഏരിയ. ഇവിടെയാണ് ദ ഹബ് ഓഫ് ഓൾ ദ ഇൻസ്റ്റലേഷൻസ്. എനിക്ക് ഈ സാന്റയുടെ ഇൻസ്റ്റലേഷൻ, ഈ ഒരു സ്നോമാൻ ഇൻസ്റ്റലേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സ്നോമാൻ്റെ മുമ്പിലാണ് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടിയത്. ഈ പറയുന്ന പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. സോ ഈച്ച് ഓഫ് ദീസ് ഇൻസ്റ്റലേഷൻസ് നല്ല ക്യൂ ഉണ്ട് പലതിനും. എനിവേസ് ഇത് നമുക്കൊന്ന് കിട്ടി, അതുകൊണ്ട് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ മുമ്പിൽ കിട്ടി. ബട്ട് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു വൈബ് ഇസ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഐ റിയലി ബിലീവ് ലൈക്ക് പെർത്തിൽ കുറേ കൂടെ ഇത് ഫുൾ ഇങ്ങനെ ഫുൾ സ്ട്രീറ്റ് മൊത്തം ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ത് ഭംഗിയായേനെ. ആ ഒരു ശരിക്കും ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ വന്നേനെ. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി അവർ ഫൈനൽ പ്ലേസ്. ഇതിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഫുഡ് ട്രക്സ് എല്ലാം ഉള്ളത്. എന്തോരം ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ഫുഡ് ട്രക്സ് ഉണ്ടെന്നറിയാം. ലൈക്ക് സോ മെനി ഓപ്ഷൻസ്. ഓഫ് കോഴ്സ് നല്ല എക്സ്പെൻസീവ് ആണ്. മോസ്റ്റ് ഓഫ് ഇറ്റ് ലൈക്ക് ഒരു മീലിനൊക്കെ ഒരു $25 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ്. പക്ഷേ ദ വെറൈറ്റി അത് അടിപൊളി. ആൻഡ് സോ മെനി ലൈക്ക് little shops and local businesses and so അത് ഭയങ്കര ഒരു and so many people were there. അപ്പോൾ ഫുഡ് അടി പരിപാടികളൊക്കെ തുടങ്ങി. പിള്ളേർ ദേ ഈ ഒരു ചോക്ലേറ്റ് കോട്ടഡ് സ്ട്രോബെറീസ് മേടിച്ചു. പപ്പയും മമ്മിയും അവിടുത്തെ ഒരു ചിക്കൻ ടിക്ക മസാല വിത്ത് ഗാർലിക് ബ്രെഡ്. മമ്മി പറഞ്ഞു അതും ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ് എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ മേടിച്ചത് ഈ ഒരു ബാവ് ബണ്ണൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ശരിക്കും ടയേർഡായിരുന്നു. ആൻഡ് ഫൈനലായിട്ടുള്ള അവിടുത്തെ ഒരു വൈബും ആ ഒരു ട്രീയും എല്ലാം എൻജോയ് ചെയ്ത് വി ആർ ആക്ച്വലി ഗെറ്റിംഗ് റെഡി to call it a night. Bye bye. ഇഷ്ടപ്പെട്ട ഡാഷ് നല്ല പലക സത്യം അതാണ് ഇഷ്ടപ്പെട്ട മമ്മി നമ്മുടെ പേർത്തിന്റെ ലൈറ്റ്സ്. മമ്മി ഇറ്റ് വാസ് വെരി ഗുഡ്. വണ്ടർഫുൾ ലൈറ്റ്സ്. അപ്പോൾ അതെ, അപ്പോൾ നിങ്ങൾ മറ്റു വഴിയല്ലേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ ഡ്രൈവ് സേഫ്. ബൈ ബൈ. അങ്ങനെ ഒരു വെരി വെരി ടയറിങ് ഈവനിങ് കഴിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ടയറിങ്. എനിവേസ് പെർത്ത് ലൈറ്റ്സ് കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയി കണ്ടു. ഐ എം ഗ്ലാഡ് വി കുഡ് കവർ ദാറ്റ്. ഒരു ഭയങ്കര നല്ലതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ് വാസ് ഓക്കെ എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഭയങ്കര ഒരു അടിപൊളി എന്നൊന്നും പറയില്ല. ഇങ്ങനെ കനോട്ട് മിസ് ഇറ്റ് എന്നൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് വൺ ഓഫ് ദ തിങ്സ്. ദോസ് ആർ ദ പ്രോബ്ലംസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സ്മോളർ സിറ്റി ആകുമ്പോഴത്തേനും ഇങ്ങനത്തെ ഫെസ്റ്റിവിറ്റീസൊക്കെ കുറച്ചുകൂടെ ഒരു ലോ സ്കെയിലായിരിക്കും. ബട്ട് എനിവേസ് ഇറ്റ് വാസ് ഗുഡ് ടു ഗോ സീ ഇറ്റ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ യെസ്, നല്ല ടയർഡാണ്. പിള്ളേരൊക്കെ ഉറങ്ങി. ആൻഡ് ഐ ആം ഓൾസോ ഗോയിങ് ടു ഗെറ്റ് സം റെസ്റ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.